ഓക്കെ പറഞ്ഞു ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് റിജിൽ മാർക്കറ്റിയോടാണ്. ഇവിടെ MP ആയിട്ട് മത്സരിക്കുന്നത് കെ സുധാകരനാണ്. അപ്പോൾ ഈ സുധാകരൻ മത്സരിക്കുമ്പോൾ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ സുധാകരനെ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ സുധാകരൻ മസാല ദോശ കഴിക്കണം തോന്നിയാൽ ഐ വിൽ ഗോ ആൻഡ് ഈറ്റ് മസാല ദോശ, അത്രയല്ലേ ഉള്ളൂ. അതെന്താ പ്രശ്നം? അത് പോകുമെന്നുള്ള ഉറപ്പാണ് BJPയിലേക്ക്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതുവരെ കെ സുധാകരൻ പോയില്ലല്ലോ. BJP എടുത്ത നിലപാടുകൾക്ക് കെ സുധാകരൻ ശക്തമായി പ്രതിരോധിച്ചില്ലേ? പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അരുൺകുമാർ ചോദിച്ചു മസാല ദോശ കഴിക്കാൻ തോന്നിയാൽ കഴിക്കില്ലേന്ന്. അപ്പൊ കഴിക്കും. അപ്പൊ പോകുമെന്ന് തോന്നിയാൽ പോകൂലേ? അദ്ദേഹത്തിന് മസാല ദോശ ഇഷ്ടമല്ല എന്ന് പോകുമെന്ന് പറഞ്ഞാൽ പോകുമെന്നാണോ? അപ്പൊ എങ്ങനെയാണ് ഈ കണ്ണൂരിലെ ജനങ്ങൾ സുധാകരന് വോട്ട് ചെയ്യുക? കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ തന്നെ ജയിക്കാതെ ഉറപ്പാണ്, അതിന് ഒരു സംശയവുമില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? പ്രിയപ്പെട്ട LDF പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചിഹ്നം നിലനിർത്താനാണോ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതര ശക്തിയായി വളർന്നു വരാനാണോ? നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോയാൽ നിങ്ങളുടെ പുറത്ത് സംസ്ഥാനത്തൊക്കെ ചിത്രത്തിൽ പിണറായി വിജയനെ മാറ്റി നിർത്തി നിങ്ങൾ ചേർത്ത് നിർത്തി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മുന്നണിക്ക് വേണ്ടി കൈവെക്കുമോ? നിങ്ങൾ പ്രകടന പത്രികയിൽ ഇറക്കി നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുമെന്ന്, നിങ്ങൾ എങ്ങനെ നടപ്പാക്കും? ഏത് മുന്നണിയുടെ ഭാഗമായി നടപ്പിലാക്കും? അവസ്ഥ ചൂഷണം ചെയ്യരുത് ബാല. ഓക്കെ, എന്താ ഇവിടുത്തെ നിലപാട്? പറഞ്ഞോ. കണ്ണൂരിന്റെ വികസനം ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ കണ്ണൂരുകാരെ വികസനത്തിന്റെ സ്വപ്നങ്ങൾ കാണിച്ചു എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളം. 6 വർഷങ്ങൾക്ക് മുമ്പ് അത് രൂപീകരിക്കുമ്പോൾ കേവലം 9 മാസങ്ങൾ കൊണ്ട് ഏകദേശം 10 ലക്ഷം ആൾക്കാരുകൾ സഞ്ചരിച്ച ഒരു വിമാനത്താവളമാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത്. ഇന്നത് നഷ്ടത്തിന്റെ പടികുഴിയിലാണ്. കാരണം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ചുവപ്പ് നാട സമ്പ്രദായം, പോയിന്റ് ഓഫ് കോൾ പദ്ധതി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് നൽകിയിട്ടില്ല. നിങ്ങൾ നോക്കണം, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം കാഴ്ചവെക്കുന്നത്? വിഭജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകുന്ന പദവികളും എല്ലാത്ത അതിൽ MP ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ? എന്താണ്? തീർച്ചയായും കിയാൽ മുഖേതരം പാർലമെന്റിലോ പ്രധാനമന്ത്രി ഓഫീസിലും ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒട്ടനവധി നിവേദനങ്ങളും MP കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും കെ സുധാകരന്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. എന്താണ് മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയം? പറഞ്ഞോളൂ. CPM പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാനുണ്ട് എന്നുള്ള ഒരു പരാതി അവിടെ എത്തിച്ചിട്ടെന്ന് അറിഞ്ഞു. അത് കേന്ദ്രം GST മുഖേന്ദ്രം തരാനുള്ള പൈസയാണോ, അതോ പിന്നെ കടമെടുക്കണം എന്നുള്ള പൈസയാണോ ചോദിക്കുന്നത്? വെട്ടിക്കുറച്ചു, അത് വേണമെന്ന് ആവശ്യം. അത് വ്യക്തമാക്കണം. പലർക്കും അത് വ്യക്തമല്ല. അത് വ്യക്തമാക്കണം. 37,000 കോടി ഈ വർഷം കടമെടുക്കും. പറഞ്ഞാട്ടെ.